അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ യാത്രയുടെ അവസാന ദിവസമായിരിക്കുകയാണ്. നമ്മൾ തന്നെ മിഷിഗന്റെ അവസാന ഭാഗങ്ങളിലാണ്. ഏകദേശം 150 കിലോമീറ്ററിൽ നമ്മൾ ബോർഡർ എത്തും. അത് കഴിഞ്ഞ് നേരെ യാർഡ്. ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി കേട്ടോ, അല്ലേ? രക്ഷാപ്രവർത്തനം സംഭവം വേറൊന്നുമില്ല. നമ്മുടെ കമ്പനിയുടെ വേറെ ഒരു ട്രക്ക് ഇതുപോലെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു നെബ്രാസ്കയിൽ. എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികളെല്ലാം റെഗുലർ ആയിട്ട് എവിടെയാണോ ബ്രേക്ക് ഡൗൺ ആവുന്നത് അവിടെ തന്നെ റോക്ക് സ്പ്രിങ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പണ്ട് ബ്രേക്ക് ഡൗൺ കിടന്നില്ലേ, അവിടെ എത്തിയപ്പോഴത്തേക്ക് അവരുടെ വണ്ടിക്ക് ഒരു വലിയ കംപ്ലൈന്റ് വന്ന്, പിന്നെ എന്തായാലും നന്നാക്കാൻ 2 ആഴ്ച എടുക്കുന്ന ഒരു കംപ്ലൈന്റ് ആയിട്ട് തന്നെ വന്നു. അതിന്റെ മോട്ടോർ ബ്ലോ ഔട്ട് ആയി അല്ലേ. അപ്പം അവര് തിരിച്ചു പോരുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ പുള്ളി അങ്ങനെ ഇച്ചിരി ക്യാമറ കോൺഷ്യസ് ആയതുകൊണ്ട് ഉറങ്ങുവാണ് ബാക്കിൽ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ടങ്ങ് പോവാം. സാറേ, നമ്മുടെ പ്രേക്ഷകർ കുറെ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പെൻഡിങ് കിടപ്പുണ്ട്. അതങ്ങ് വർത്താനം പറഞ്ഞോണ്ടങ്ങ് പോവാല്ലേ. ഇന്നിപ്പോ ടെമ്പറേച്ചർ എത്രയുണ്ട്? 21 ഡിഗ്രി. അടിപൊളി ടെമ്പറേച്ചറാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ സമ്മറിന്റെ ഫുൾ പ്രതാപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പറയാൻ പറ്റിയല്ല, കാനഡ ചെന്ന് കഴിയുമ്പോൾ നാളെ. അത് ശരി, കാനഡയിലെ ടെമ്പറേച്ചർ അങ്ങ് കയറണില്ലല്ലോ. അവിടെ അങ്ങോട്ട് എനിക്കൊന്ന് പിന്നെ രാത്രി തണുപ്പൊക്കെ ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. മഴയുടെ ഒരു ഇതുണ്ടെന്നോ. അതെ അതെ അതെ. പക്ഷെ മിഷിഗണിലൊക്കെ 21, 22 വരും. സാറേ, അനീസ് K2M എന്ന് പറയുന്ന ഒരാൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉത്തരം പറഞ്ഞ ഓരോ ഇത്, കാരണം ഒത്തിരി പെൻഡിങ് കിടപ്പുണ്ടേ. അനീസ് ബ്രോ ചോദിച്ചേക്കുന്നത് അവിടെയുള്ള ട്രക്കിന്റെ എഞ്ചിൻ എത്ര കിലോമീറ്റർ ലാസ്റ്റ് ചെയ്യും, അതിനെക്കുറിച്ച് വീഡിയോയിൽ പറയാമോ എന്ന് പറഞ്ഞാൽ 15 ലക്ഷം മോളി ഓടിയേക്കുന്ന വണ്ടികൾ അത് കൂടുതൽ നല്ല മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ. നമ്മുടെ സിദ്ധിന്റെ വണ്ടികൾ സാധാരണ 15 വരെ ഓടിച്ചിട്ടില്ലേ? അതിലേതോ ഒരു നമ്പർ എനിക്ക് തോന്നുന്ന അതിൽ കൂടുതലുണ്ടല്ലോ. മറ്റേ 27 എന്ന് പറയുന്ന ഒരു 24 നമ്പർ പഴയ ഫ്രൈറ്റ് ലൈനർ അല്ലേ, അതെനിക്ക് നല്ല 15 ഒന്നും അല്ല, അത് അതിൽ കൂടുതൽ പോയിട്ടുണ്ട്. അതായത് സാധാരണ ഇതുപോലെ ഓടുന്ന ട്രക്കിംഗ് കമ്പനികൾ ഈ 15, 16 ഒക്കെ ആകുമ്പോഴത്തേക്കും അവര് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ 1 മില്യൺ ഒക്കെ ഓടിയേക്കുന്ന പഴയ ഓൾഡ് അച്ചായന്മാരുടെ അവരത് പഴയ എഞ്ചിൻ നല്ല പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ കുമ്മിൻസിന്റെ ക്യാറ്റിന്റെ ഒക്കെ എഞ്ചിൻ അവരിങ്ങനെ അവര് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത്. ഈ ട്രക്കിന്റെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഈ ഹോണ്ട സിവിക്കിന്റെ ഒരെണ്ണം റീസെന്റ് ആയിട്ട് 700 ഓടിയത്. സാധാരണ രീതിയിൽ അതൊരു 3 ലക്ഷം ഒക്കെയാണ്, 3-3.5 അതിന്റെ ഇരട്ടി ഓടി. അങ്ങനെ സിവിക് എത്ര ഓടിയിട്ടുണ്ട്? എന്റേത് 2.5. അല്ല, നമ്മുടെ ജീപ്പ് 3 ആയി കേട്ടോ. അതാ പറഞ്ഞത്. അപ്പൊ അതാ ഇതും പിന്നെ ഇവിടുത്തെ ഒരു ഇതുണ്ട് നമ്മുടെ നാട്ടിലിപ്പം ചെറിയ എഞ്ചിൻ അല്ലല്ലോ, അതുപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഇതുപോലത്തെ നമ്മൾ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഞ്ചിനാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മള് ടൊറന്റോയിൽ നിന്ന് വണ്ടി എടുത്താൽ വണ്ടി ശരിക്കും ഒന്ന് പ്രോപ്പറായിട്ട് കൂൾ ചെയ്യുന്നത് നമ്മള് കാലിഫോർണിയ ലോഡ് ഇറക്കാൻ നേരതാ അല്ലേ. എല്ലാം നമുക്ക് ലേബർ കിട്ടുമ്പോഴാണ്. അത് ഒരു കണ്ടിന്യൂസ് ഓർഡർ ഓട്ടാ 24 hours. അതുപോലെ അവിടുന്ന് ലോഡ് എടുത്താൽ നേരെ തിരിച്ച് ഇങ്ങോട്ട് ഇവിടെ ഇത്രയും ചിലപ്പോ അത് 5 days കണ്ടിന്യൂസ് ആയിരിക്കും. അതെ, കാലിഫോർണിയ ചെന്ന ഉടനെ തന്നെ ഇറക്കി. ചില സമയത്ത് നമുക്ക് ഒരേ വെയർ ഹൗസിൽ തന്നെ ഇറക്കിയാൽ അവിടുന്ന് തന്നെ റിട്ടേൺ കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഊഹിക്കാമല്ലോ. അപ്പം മൊത്തത്തിൽ നമുക്ക് ഏകദേശം 8000 കിലോമീറ്റർ ഉണ്ട് കാലിഫോർണിയ പോയിട്ട് തിരിച്ചു വരുമ്പോൾ. അപ്പം അതുപോലെ അതിന് ടഫ് ബിൽഡ് എൻജിൻസ് ആണ്. എനിവേ, അതൊരു ടോപ്പിക്ക്. പിന്നെ റൈഡ് അലോങ് ഇൻ മലയാളം എന്ന് പറയുന്ന ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൈ ഡസ് യുവർ ട്രക്ക് ഹാവ് ബുൾ ബാർ, ഈസ് ദാറ്റ് ലീഗൽ ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് യൂസ്? നമ്മുടെ ഫ്രണ്ടിലുള്ള ബുൾ ബാർ, മറ്റേ ഡിയർ ബമ്പർ, അതിനെക്കുറിച്ചാണ് ബ്രോ ചോദിച്ചത്. ശരിക്കും നമുക്ക് നോർത്ത് അമേരിക്കയിൽ അത് ലീഗലാട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ശരിക്കും നമുക്കുള്ളത് വെറും ഡിയർ ബമ്പർ മാത്രമാണ്. നമ്മുടെ ചെറുതാ ശരിക്കും നല്ല ശക്തമായിട്ടുള്ള ഹെവി സാധനങ്ങൾ ഉണ്ട്. മൂസ് ബമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ശരിക്കും കാനഡ വൈഡ് ഓടണമെങ്കിൽ ആ മൂസ് ബമ്പർ വേണം. കാരണം നമുക്ക് കാനഡയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൃഗം മൂസ് എന്ന് പറയുന്ന ഒരു മൃഗം.
ഇത് ശരിക്കും മാനുകളുടെ ഒക്കെ ഒരു ഡബിൾ സൈസ്, നമ്മുടെ മനുഷ്യനേക്കാളൊക്കെ പൊക്കമുണ്ട്. ഭയങ്കര ഹെവി ബോഡിയൊക്കെ ആയിട്ട്, ഹെവി കൊമ്പും ഒക്കെ ആയിട്ട്, അത് ഇടിച്ചു കയറിയ വണ്ടി ടോട്ടൽ ലോസാ. മൂസ് പോലെ തന്നെ വേറൊരു ഡിയർ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഈ കലവാൻ പോലത്തെ എൽക്കും ഭയങ്കര സൈസാ. അപ്പൊ അത് ഈ എൽക്കൊക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബമ്പർ ഗാർഡിലൊന്നും നിൽക്കുകയല്ല. ശരിക്കും അതിന് മൂസ് ബമ്പർ തന്നെ വേണം. നല്ല വെയിറ്റും ഉണ്ട്, അത്രയും വലിയ മൃഗങ്ങളെ ഇടിച്ച് തെറിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം അത്. കാരണം വണ്ടി ടോട്ടൽ ലോസ് ആവും, മനുഷ്യനും ഡേഞ്ചർ ആവും. കാരണം ഇതിന്റെ കാലിന് പൊക്കമുള്ളത് കൊണ്ട് ഈ വിൻഷീൽഡിലേക്ക് ഇടിച്ചിട്ട് ഇത് വണ്ടിക്ക് അകത്തേക്ക് അടിച്ചു കയറുക. മറ്റേ എൽക്കിന് എനിക്കൊന്ന് കൊമ്പൂടെ വരും. കൊമ്പും കൂടെ മെയിലിന് കൊമ്പുണ്ട്. അപ്പോ ഇപ്പൊ നമ്മൾ പോകുന്ന റൂട്ടിൽ ഇങ്ങനെ കാനഡ നോർത്തിലോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ഇത് കൂടുതൽ. കാനഡയിൽ ഓടുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് റിസ്ക് ഉള്ളത്. ഇപ്പൊ കാനഡയിൽ ഓടുമ്പോൾ തന്നെ നമുക്ക് ആൽബർട്ട ബ്രിട്ടീഷ് കൊളംബിയ റൂട്ടിൽ ഓടുമ്പോഴത്തേക്കും ഇപ്പൊ നോവാസ്കോഷ്യ റൂട്ടിൽ അത്രയൊന്നും ഇല്ല അല്ലേ. അത് മറ്റേ ചെറിയ മാനുകളാണ്. അതെ അതെ അതെ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആടിന്റെ ഒക്കെ വലിപ്പമുള്ള മാനുകളാണ്. അതെ, നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ ഹിൽ പാലസിലൊക്കെ കാണുന്ന ടൈപ്പ് ചെറിയ, അതാണ് ഇവിടെ നിന്നുള്ള സംഭവങ്ങൾ നമ്മൾ ഇടിക്കുന്നത്. അപ്പൊ അത് ഇടിച്ചാൽ പോലും നമുക്ക് റേഡിയേറ്ററിന് കംപ്ലൈന്റ് ഉണ്ടാവും, ഹെഡ്ലൈറ്റ് പോവും. അതെ, ഇപ്പൊ ആ ഒരു ഇടിക്കുന്ന ആഘാതത്തിൽ പെട്ടെന്ന് ഡ്രൈവറിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഇപ്പൊ പ്രത്യേകിച്ച് കാറുകളൊക്കെ ആണെങ്കിൽ അത് വണ്ടികൾ മറ്റുള്ള വണ്ടികളിൽ ഇടിച്ച് വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. എനിവേ സംഭവം ലീഗലാണ് കേട്ടോ. ഇനി അടുത്തത് അഹമ്മദ് അമീൻ എന്ന് പറയുന്ന ബ്രോ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ബ്ലോക്കിൽ നിന്ന് എങ്ങനെയാ ലോഗ് ചേഞ്ച് ചെയ്യുന്നത്, ഡ്രൈവിംഗ് ടൈം കഴിയൂലേ? എനിക്കൊന്ന് ബ്രോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു പ്രാവശ്യം ഭയങ്കര ഹെവി ട്രാഫിക്കിൽ ഇങ്ങനെ കുറെ നേരം കിടന്നായിരുന്നു. അപ്പൊ അങ്ങനത്തെ ട്രാഫിക്കിൽ ലോഗ് ചേഞ്ച് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്നാ ചെയ്യണം, നമ്മളിപ്പോ റോഡിൽ ട്രാഫിക് ആയിട്ട് സ്റ്റക്ക് ആയിട്ടിരിക്കാന്നിരിക്കട്ടെ, നമ്മൾ അവിടെ തന്നെ ലോഗ് ചേഞ്ച് ചെയ്തിട്ട് ലോഗിൻ്റെ അകത്ത് നമുക്ക് ലോഗ് ചേഞ്ച് ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യാനൊരു ഇതുണ്ട്. കാരണം നമ്മുടെ ലൊക്കേഷൻ അതിനകത്ത് ഉണ്ടല്ലോ എവിടെയാണ്. റോഡിലാണെന്നുണ്ടെങ്കിൽ ട്രാഫിക് ആക്സിഡന്റ് അല്ലെ ട്രാഫിക് ജാം ആക്സിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു നോട്ട് എഴുതാനുള്ള ഒരു സ്ഥലമുണ്ട്. അങ്ങനെ മെൻഷൻ ചെയ്താൽ മതി. റീസൺ എന്തുകൊണ്ടാണ് ഇന്ന സ്ഥലത്തിട്ട് ചെയ്യുന്നത് എന്നുള്ള അതിന്റെ റീസൺ മെൻഷൻ ചെയ്യാനുള്ള ഒരു കോളമുണ്ട്, അവിടെ നമ്മൾ മെൻഷൻ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചില സമയത്ത് ഒരു ഇന്ന റെസ്റ്റ് ഏരിയയിലോ ഇന്ന ട്രക്ക് സ്റ്റോപ്പിലോ നിർത്താന്ന് ഓർത്തായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മുടെ സമയം തീരാറാകുമ്പോൾ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ കാരണം ആ എക്സിറ്റ് അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി നമുക്ക് മുന്നോട്ട് പോയി ഏതെങ്കിലും റോഡ് സൈഡ് എടുത്ത് റാമ്പിലിട്ട് ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അന്നേരം മെൻഷൻ ചെയ്താൽ മതി, ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തു വന്ന സ്ഥലത്ത് റോഡ് ക്ലോഷർ ആയിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാം നമ്മുടേതായ ഒരു കറക്റ്റായ റീസൺ വെച്ചാൽ മതി കേട്ടോ. ടീമിനാകുമ്പോൾ പറ്റും, സിംഗിൾ ആകുമ്പോൾ കുറച്ചുകൂടെ ടഫാണ്. ടീമിനാകുമ്പോൾ അത് ഓക്കെ, പക്ഷെ ഈ പേഴ്സണൽ കൺവീനിയൻസിന് 2 മണിക്കൂർ വരെ എടുത്തൂടെ. പിന്നെ ഇങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പുതിയ ഇവരിങ്ങനെ ഓരോ റൂളുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വന്നോണ്ടിരിക്കില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിംഗിൾ ഓടിക്കുന്നവർക്ക് ഇപ്പം ആക്സിഡന്റ് വന്നു, ഇപ്പൊ റോഡ് സ്റ്റക്കായെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലം കണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ സമയം നമുക്ക് എടുക്കാം. 2 മണിക്കൂർ വരെ പേഴ്സണൽ കൺവീനിയൻസിന് ഇത് എടുക്കാം. പക്ഷെ ഇതിന് പ്രോപ്പർ റീസൺ ഉണ്ടായിരിക്കണം. അതേസമയം നമ്മളെ ഒരു പോലീസ് ആ ഒരു ടൈം നമ്മൾ വയലേഷനിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പോലീസ് പുൾ ഓവർ ചെയ്താൽ ഈ കാര്യം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതൊരു സ്വന്തം റിസ്കിലാണ് ഈ കാര്യങ്ങളെല്ലാം. പക്ഷെ 2 മണിക്കൂർ വരെ പേഴ്സണൽ കൺവീനിയൻസിന് എടുക്കാന്നുള്ളതാണ് പുതിയ ഒരു അറിവ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലോങ് ആയി, ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞാൽ ബാക്കി എനിക്കറിയാം നിങ്ങൾ ഒത്തിരി പേരുടെ അത് പറഞ്ഞപ്പോൾ അതേണ്ട നമ്മുടെ വേറെ ഒരു ബ്രോ ചോദിച്ചായിരുന്നു, ബിബിൻ തോമസ് എന്ന് പറയുന്ന ബ്രോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ബ്രോ ചോദിച്ചേക്കുന്നത് നമ്മുടെ ഈ റോഡിന്റെ സൈഡിലുള്ള സാധനം ഉണ്ടല്ലോ, ഇത് ഞാൻ കാണിച്ചു തരാം. ഈ റംബിൾ സ്ട്രിപ്പ് ഏട്ടാ നിങ്ങൾ നോക്കിക്കോണേ, ഈ വെള്ള വരയുടെ ഇപ്പുറയുള്ളത് ഈ സാധനം കണ്ടോ, ഇതും അതോടൊപ്പം തന്നെ ആ മഞ്ഞ വരയുടെ അപ്പുറം ആ സാധനമുണ്ട്. അത് എന്തിനുള്ള സാധനമാണെന്നാണ് ബിബിൻ തോമസ് ബ്രോ ചോദിച്ചേക്കുന്നത്. അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരുമാതിരിപ്പെട്ട ഇപ്പോഴത്തെ മോഡേൺ വണ്ടികൾ മാത്രമല്ല, ഇച്ചിരി ഫീച്ചേഴ്സ് കൂടുതലുള്ള വണ്ടികളിലെല്ലാം നമുക്ക് ഈ ലെയിൻ അസിസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ലൈനിൽ നിന്ന് മാറിപ്പോയാൽ നമ്മൾ അലേർട്ട് ചെയ്യാനുള്ള ഒരു സാധനം. അപ്പോൾ അതില്ലാത്ത വണ്ടികൾ, എത്ര പഴയ വണ്ടികളും ഒരു സാധനം ഇല്ലാത്ത വണ്ടികളും ആണെന്നിരിക്കട്ടെ, പയ്യെ നമ്മൾ ലൈൻ ഒന്ന് മാറുവാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി ആ സ്ട്രിപ്പിൽ കൂടെ കയറില്ല. അപ്പൊ തന്നെ നമുക്ക് ക്രന്ന് ഒരു ഒച്ച അതൊന്നും കേൾപ്പിക്കാൻ ഇപ്പൊ കേൾപ്പിക്കാം കേട്ടോ. നമ്മുടെ കേട്ടാ, അപ്പൊ നിങ്ങൾ കേട്ടോ, അത് നമ്മളാ സ്ട്രിപ്പിൽ കയറ്റിയതാ. അപ്പം നമ്മൾ റോട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതിന്റെ ലൈൻ റോഡിന് വെളിയിലോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഇതാ. അതായത് ലൈൻ അസിസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ലാതെ നമ്മൾ ഉറങ്ങി പോകാന്നിരിക്കട്ടെ, പയ്യെന്ന് ടയർ ആ ലൈനിൽ നിന്ന് മാറി അങ്ങ് പുറത്തേക്ക് കയറുമ്പോഴത്തേക്ക് കുടകടാന്നുള്ള ഒച്ച കേൾക്കുക. അതോടൊപ്പം തന്നെ ഈ സ്ട്രിപ്പ് ആയതുകൊണ്ട്
സ്റ്റിയറിംഗിൽ നമുക്ക് വൈബ്രേഷൻ കിട്ടും. അല്ല, ഇത് നമ്മുടെ നാട്ടിലെ ഹൈവേകളിൽ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നിസാരമായിട്ട് ചെയ്യാം. കാരണം വരയും കുറിയും റോഡിന് വെളിയിലോട്ട് രാത്രി ഉറങ്ങി പോകുന്ന കേസിലാണ് ഇത് കൂടുതൽ വരുന്നത്. അതെ അതെ അതെ, നമ്മളൊന്ന് പോകുമ്പോൾ നമ്മൾ ചാടി, കാരണം ഈ ഒച്ച കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചാടി എണീക്കും, സ്റ്റിയറിംഗിൽ വൈബ്രേഷൻ വരും. അപ്പൊ വണ്ടിക്ക് ഫീച്ചർ വേണമെന്നില്ല, ഏത് വണ്ടി റോഡിൽ കൂടെ ഓടിയാലും ലൈൻ നമുക്ക്. പിന്നെ നെവാഡ പോലെയുള്ള ചില സ്ഥലങ്ങളിലുണ്ടല്ലോ നമുക്ക് ഇതുപോലെ കൂടുതൽ ഡേഞ്ചർ ഉള്ള സ്ഥലത്ത് ഇവിടെ മാത്രമല്ല, ഈ നടുക്കത്തെ ഇതില്ലേ അവിടെയും കൂടെ റംബിൾ സ്ട്രിപ്പ് ഉണ്ട്. അതായത് നമ്മുടെ ലൈനിൽ നിന്ന് അങ്ങോട്ട് മാറിയാൽ എന്തായാലും അത് അറിയും. അപ്പം സേഫ്റ്റിയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതിന് റംബിൾ സ്ട്രിപ്സ് എന്ന് പറയുന്നത്. അതെ, നമ്മുടെ നാട്ടിലും ഉണ്ട് ഇങ്ങനെ. അത് റംബിൾസ് അല്ല, ഇങ്ങനെ ബലങ്ങനെ ഇങ്ങനെ ഇവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ അവര് മറ്റേ സ്ട്രിപ്പ് ഇടിയാണ്. നാട്ടിൽ ചിലപ്പം വളവിന് മുമ്പിട്ടിട്ടുണ്ട്. അന്ന് പണ്ട് ഇപ്പൊ ആൾക്കാർക്ക് അറിയായിരിക്കും, പണ്ട് ആൾക്കാർ ചോദിക്കുന്നത് ഇത് എന്തിനാ ഇത്രയും ഇങ്ങനെ ലൈൻ ഇട്ടേക്കുന്നത്, ഇങ്ങനെ കുനുകുനാന്ന് ഇടും. അപ്പൊ അത് സ്പീഡ് കുറയ്ക്കാനുള്ള ഉദ്ദേശത്താണ് അത് ഇട്ടേക്കുന്നത്. അതെ, നമുക്ക് എന്തായാലും ഒരു ട്രാഫിക്കിന്റെ ആ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലോയിൽ നിന്ന് ഒരു ചേഞ്ച് ഉള്ളപ്പോ അതിനെ അലേർട്ട് ചെയ്യാനാണ് റംബിൾ സ്ട്രിപ്പ്. അതായത് ചിലപ്പോൾ നമ്മൾ കാണണമെന്നില്ലല്ലോ, ഇവിടെ കയറുമ്പോ കറടാന്ന് നമ്മൾ ചിന്തിക്കുക എന്താണോ ചേഞ്ച് എന്നുള്ള ഒരു സാധനം നമ്മൾ നോക്കും. ഇതെന്ന് പറയുന്ന ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഡ്രൈവർ മാത്രമല്ല, കൂടെ ഇരിക്കുന്നവരും പെട്ടെന്ന് അലേർട്ട് ആവും, ഇത് മാറി എന്നുള്ള സംഭവം വെളിയിൽ പോയെന്നുള്ളതേ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മറ്റേ ഹൈ റേഞ്ചിനൊക്കെ പോകുന്നതും ഇത് പുറത്തോട്ട് പോകുന്ന അറിയാതെയാണല്ലോ. ഇപ്പൊ ഈ ഫോഗൊക്കെ വരുമ്പോൾ താഴോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു ഷോൾഡർ പോലെ ഇതുണ്ട്, ഇവിടെ ഒരു ഷോൾഡർ സ്പേസ് കൂടെ വരുന്നു. അപ്പൊ ആ ഒരു സ്പേസിൽ നമുക്ക് ബാലൻസ് ചെയ്യാനുള്ളൂ, നമ്മൾ അലേർട്ട് ആവും. അതാണ് അതിന്റെ ഉദ്ദേശം. ബിബിൻ ബ്രോ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹായ് ബ്രോ, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഹൗ അവർ വെഹിക്കിൾസ് ക്രൂസ് കൺട്രോൾ വർക്ക്സ്, ഓൾസോ ഡസ് ദ വെഹിക്കിൾ ഹാവ് ആൻ ADAS ഫീച്ചർ. നമ്മുടെ വണ്ടിയുടെ ക്രൂസ് കൺട്രോളിന്റെ സെറ്റപ്പ് ഇപ്പോൾ ദേവസ്യാസം കാണിച്ചു തരുവേ. ഇപ്പൊ നമ്മുടെ വണ്ടി ഇതേണ്ട 105 km/h അല്ലെങ്കിൽ 65 miles/h പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോകുമ്പോഴത്തേക്കും ക്രൂസ് കൺട്രോൾ ഇടാൻ ഓൺ ചെയ്യാൻ നേരത്തെ വേണ്ട ആ സ്വിച്ച് ഓൺ എന്നുള്ള സ്വിച്ച് അങ്ങനെ വരുമ്പം അവിടെ ചെറിയൊരു ചേഞ്ച് ഒന്നുമില്ല. ഇപ്പൊ സംഭവം ക്രൂസ് കൺട്രോൾ ഓണ്. ഇനി ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്പീഡിൽ കയറ്റിയിട്ട് ആ സെറ്റ് എന്ന് പറയുന്ന പ്ലസ് ഇപ്പൊ 65 തന്നെയാണ് നിൽക്കുന്നത്. അതെ, 65 മൈൽസിൽ അത് സെറ്റ് ഒന്ന് ഞെക്കിയാൽ മതി. അപ്പൊ നേരെ അതാണ്ട് 65 ക്രൂസ് കൺട്രോൾ സെറ്റ് ആയി. ഇപ്പൊ ഞാൻ ഇത് കാലെടുത്ത് വിടുന്നു, അത് തല പൊക്കോളും. ഇപ്പൊ ഇത് ആക്റ്റീവായി ക്രൂസ് കൺട്രോൾ. ഇപ്പൊ 105 km അല്ല 65 മൈലില് ക്രൂസ് കൺട്രോൾ സെറ്റ് ആണ്. ഇനി അത് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് വീണ്ടും നടുക്കത്തെ ഇതിൽ ഞെക്കുക, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഡീആക്റ്റീവ് ചെയ്യാം നാച്ചുറലി. ബ്രേക്ക് ചവിട്ടി കഴിയുമ്പോൾ ക്രൂസ് കൺട്രോൾ പോകും. അത് ഒന്നോടെ വേണ്ട ഇത് ഇവിടെ സ്ക്രീനിലെ സാധനം മാത്രം ഒന്ന് കാണിച്ചു തരാം. ഇതും കൂടെ നോക്കി ചെയ്തേക്കോ. വേണ്ട ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ക്രൂസ് കൺട്രോൾ. ഇനി ഈ പ്ലസിലും മൈനസിലും ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാം കേട്ടോ. ഇപ്പൊ 65 വേണ്ട, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ മൈനസില് അന്നേക്കാവോ ആണോ? അപ്പൊ അതനുസരിച്ച് സ്പീഡ് വണ്ടി കുറച്ച് കൊണ്ടുവരും. ഇത് രണ്ട് രീതിയിലേ ഉള്ളൂ, സ്വിച്ചാൽ ഓഫ് ആക്കാം, അല്ലെങ്കിൽ കാല് ബ്രേക്കിൽ ചവിട്ടുമ്പോഴും ഓഫ് ആക്കാം. സംഭവം അത്ര നിസ്സാരമാണ്. പിന്നെ മറ്റേ ADAS ഫീച്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് വേറെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേണ്ട നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ഉണ്ട്. ഈ സാധനം അതെന്ന് പറഞ്ഞാൽ നമ്മൾ ടേൺ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിലോ ഇന്ന ഏരിയ വരെ അല്ല, ബ്ലൈൻഡ് സ്പോട്ടിലൊന്നല്ല, നമ്മുടെ വണ്ടിയുടെ ഹോൾ ലെങ്തിൽ എവിടെയെങ്കിലും ആ സൈഡില് അതെ ആ സൈഡില് ബ്ലൈൻഡ് സ്പോട്ട് ഉൾപ്പെടെ നമ്മുടെ ഇപ്പൊ ഡ്രൈവർ ഇരിക്കുന്ന അവിടെയാണല്ലോ, നമ്മുടെ നേരെ പാസഞ്ചർ സൈഡിന്റെ ആ ഒരു ഏരിയയിൽ ഫുള്ള് എവിടെയെങ്കിലും വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കീക്കി എന്ന് പറഞ്ഞുകൊണ്ട് അലേർട്ട് ചെയ്യും. ആളെ പോലും ആളുണ്ടെങ്കിലും ചിലപ്പോൾ വരും. ആള് ചിലപ്പോൾ ചില ബോർഡുകളൊക്കെ ഉണ്ടെങ്കിലും പോസ്റ്റുകൾ ഉണ്ടെങ്കിലും പിന്നെ നമ്മളെ ഈ സാധനം കീക്കി എന്ന് പറഞ്ഞാൽ അടിക്കും, അലാം അടിക്കും. അതെ, ഇപ്പൊ അത് യെല്ലോയിലാണ് അയക്കുന്നത്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് റെഡിലേക്ക് മാറും. അത് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ഇത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പത്തെ നോക്കിയാൽ മതി. പിന്നെ ആ കൂടെ അതും നോക്കാം. നമ്മൾ മറ്റേ മഴയും ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കിട്ടിയല്ലോ. അതെ, നമുക്ക് വിസിബിലിറ്റി കുറവുള്ള സമയത്തിലാണ് നമുക്ക് കൂടുതൽ അത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ആള് വന്നാലും നമ്മൾ അറിയില്ല, ചിലപ്പോൾ ചില സമയങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നപ്പോഴും അതെ അവിടെ ആള് നിൽക്കുന്ന അറിയാലോ. പിന്നെ ഈ ക്രൂയിസ് കൺട്രോൾ ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഇത് ഓണും ഓഫ് ആക്കണം, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുമ്പോഴേ ഇത് ഡീആക്റ്റീവ് ആവുള്ളൂ. പക്ഷെ പുതിയ ചില ട്രക്കുകളിൽ ഇപ്പം നമ്മൾ രാത്രിയിലോ അല്ലെങ്കിൽ പോകണമെങ്കിൽ നമ്മളിപ്പം അറിഞ്ഞില്ല, നമ്മൾ ചവിട്ടുന്നില്ലെന്ന് കൂട്ടി ആ വണ്ടി തന്നെ ഇത് സ്പീഡ് കുറയ്ക്കും സെൻസർ വെച്ചിട്ട്. മറ്റേ ഫ്രൈറ്റ് ലൈനറിൽ അതുണ്ട്. ഓക്കെ,
അതായത് ഇപ്പൊ നമ്മൾ ക്രൂസ് കൺട്രോൾ ബ്രേക്ക് ചവിട്ടാൻ മറന്നു പോയെങ്കിൽ ബ്രേക്ക് ചവിട്ടാൻ മറന്നു, അതായത് നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. അതായത് ഇപ്പം ഇത് എന്ന് പറയുന്നത് ഇപ്പം ഇത് നമ്മള് ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിലും നമ്മൾ ചവിട്ടിയില്ലെങ്കിൽ വണ്ടി കണ്ടിന്യൂസ് പൊക്കോണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ സെൻസർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാ. ഒന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും. ആ ഒരു സംഭവം ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രൈറ്റ് ലൈനർ കൊണ്ടുപോയല്ലോ. എല്ലാ ഫ്രൈറ്റ് ലൈനറും ഇല്ല. അല്ല, ഞാൻ അതിലുണ്ടായിരുന്നു. അതില് എന്നാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരുമാതിരിപ്പെട്ട കമ്പനികളെല്ലാം ഈ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ. നമ്മൾ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ട് നമ്മളൊന്നും അറിയണ്ട, കാല് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ ഏതെങ്കിലും വണ്ടി ഒബ്സ്റ്റക്കിൾ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പീഡ് കുറഞ്ഞ വണ്ടികളാണെങ്കിലും അതിനനുസരിച്ച് ഇപ്പോൾ ട്രാഫിക് ജാം വന്നാലും ഒക്കെ അതിനനുസരിച്ച് സ്പീഡ് കുറച്ച് പിന്നീട് അത് കൂടുമ്പോൾ അതിനനുസരിച്ച് കൂട്ടി ആ ഒരു രീതിയിൽ പോകുന്ന ഒരു സെറ്റപ്പാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. അപ്പം ഒരുമാതിരി ട്രക്കുകളുടെ എല്ലാം അപ്പം അതാണ് നമ്മുടെ നാട്ടിലും ഈ അഡാസ് ഫീച്ചറിൻ്റെ ഏറ്റവും ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കാരണം നമ്മൾ വിചാരിക്കും ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അല്ലാതെ ഓക്കെ ആണ്, സേഫ് ആണെന്ന് വിചാരിക്കുമ്പോൾ വണ്ടിയുടെ കമ്പ്യൂട്ടർ സെൻസ് ചെയ്തിട്ട് ചാടി കയറി ബ്രേക്ക് പിടിക്കുന്ന ഒരു സംഭവം. അപ്പം മിക്ക ട്രക്കുകളുടെ ആ ഒരു സെൻസർ ഫ്രണ്ടിലുള്ളത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും, അല്ലാതെ ഡിസേബിൾ ചെയ്ത് വെച്ചേക്കും. കാരണം നമ്മൾ ഇത്രയും ലോഡുമായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഞാൻ ഇല്ലായിരുന്നോ? ഏതോ ഒരു പ്രാവശ്യം ഞാൻ സിംഗിൾ പോയപ്പോഴത്തേക്കും എനിക്ക് ഇത് കൊണ്ടുപോകേണ്ട. പക്ഷെ അതിന്റെ ഈ ഒരു സാധനം മാറ്റിയിട്ടില്ലായിരുന്നേ. ഞാനിങ്ങനെ ചവിട്ടി പിടിച്ച് പോവാ. അപ്പൊ ഫ്രണ്ടിലൊരു വണ്ടി വന്നിട്ട് പയ്യെ അവരെ റൈറ്റ് എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി ചാടി ബ്രേക്കും പിടിച്ചു, ഫോണും അടിച്ചു. കാരണം ഇത് കാർ പോലെയല്ലോ, അത്രയും ഡിസ്റ്റൻസിനുള്ളിൽ എങ്ങാനും വണ്ടി നിന്നില്ല ഇവര് ഇടിച്ച് നശിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സേഫ് ദൂരം മുന്നിലുണ്ട്. ഞാൻ പെട്ടെന്ന് ചമ്മിപ്പോയി, കാരണം അവരും പേടിച്ചു പോയി. നമ്മളിങ്ങനെ അത് നമ്മൾ ബ്രേക്ക് ചവിട്ടാത്തോണ്ടാ പെട്ടെന്ന്. പിന്നെ ഇതിനകത്ത് അതിന്റെ ലെങ്ത് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടല്ലേ, ഇത്ര മീറ്റർ 60 ഇതാ. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്നാ അറിയോ, നമ്മൾ നല്ല ഫോഗാന്ന് കൂട്ടിക്കും. നല്ല ഫോഗിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട് കാണത്തില്ല. പക്ഷെ ആ സാധനം ഉണ്ടെങ്കിൽ, ആ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ നോക്കി കഴിയുമ്പോൾ അറിയാം ഫ്രണ്ടിൽ വണ്ടി ഉണ്ടോ ഇല്ല, നമ്മുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടോ ഇല്ല. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ 60 കുറഞ്ഞു വരും അതിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ ഫോഗിലും അത് പ്രവർത്തിക്കുമല്ലോ, ഇൻഫ്രാറെഡ് പോലത്തെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഞാനത് ആ വണ്ടി ഓടിച്ചോണ്ടിരുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തോന്നിയത്, ഞാൻ പൊതുവെ ക്രൂസ് കൺട്രോൾ കുറച്ചു അങ്ങനെ പകൽ മാത്രം ഉപയോഗിക്കുള്ളൂ. അപ്പോ അതിന്റെ ഒരു ഉപയോഗം കണ്ടത് നമ്മള് ഫോഗ് ഉള്ളപ്പോ ഇവനിങ്ങനെ ഡിസ്റ്റൻസ് എഴുതി തരും ഫ്രണ്ടിൽ ഒരു ഒബ്ജക്ട് ഉണ്ടെന്നുള്ളതിന്റെ സംഭവത്തില്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ കാറുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ കാറിനുള്ള പോലെ തന്നെ ഇതിന് ഈ ഫ്രണ്ട്ലൈനിന്റെ ഏതോ ഒരെണ്ണത്തിനുണ്ട് ലൈൻ, ഈ മറ്റേ നമ്മളിപ്പോ ഈ വൈറ്റ് ലൈനെ കയറി കഴിയുമ്പം ഇപ്പൊ നമ്മൾ മറ്റേ ക്രംബിളിന്റെ കാര്യം പറഞ്ഞോളെ അതിന്റെ ആ സൗണ്ട് പോലെ തന്നെ ഒരു വേറൊരു വൃത്തികെട്ട സൗണ്ട് കേൾക്കും. മറ്റേ ഇതിനകത്ത് വെള്ള ലൈൻ പോയെന്ന് ലൈൻ ക്രോസ് ചെയ്തു. അപ്പൊ അതൊക്കെയാണ് പൊതുവെ ഇപ്പോഴത്തെ നമ്മുടെ ട്രക്കുകളിൽ കാണുന്ന അഡാസ് ഫീച്ചറിന്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിപ്പോ ഏറ്റവും ഗുണമായിട്ടുള്ളത് നമുക്ക് നമ്മുടെ ക്രൂസ് കൺട്രോളും പിന്നെ ഈ സൈഡ് സെൻസർ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്, അതാണ് നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ നമ്മൾ കാരണം മാനുവലി തന്നെ അലർട്ട് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കൂടെ നമ്മൾ കൊണ്ടുവരുന്ന വിശേഷങ്ങൾ. മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും 8 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Said I made up my mind this time.